എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഈവനിങ് നേരെ പോകാൻ പോകുന്നത് ഇന്ന് വീട്ടിലേക്കല്ല, ബട്ട് ദേവികയുടെ വീട്ടിലേക്കാണ്. നമ്മൾ കുറേ നാളായിട്ടൊരു കുഞ്ഞ് ട്രിപ്പ് പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഗേൾസ് ട്രിപ്പ്. സോ ഫൈനലി ദാറ്റ്സ് ഹാപ്പനിങ്. സോ ആ ഒരു ഹാപ്പിനെസ്സിലായിരുന്നു. എനിക്ക് ആക്ച്വലി ഈ റൂട്ട് വലിയ പിടിയില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ നിന്ന് രാജലക്ഷ്മി ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ഉഷാറി പറയുന്നത് ദേവികയുടെ വീട്ടിലെത്തി. വ്ളോഗ് ചെയ്യോ നമ്മൾ ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് പോകുന്നതിന് ഒരു ത്രില്ല് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കുറച്ച് കുഞ്ഞു ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്, ഈ കയ്യിലിടാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടമാണ് ഗൈസ്. നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത് ബ്രേസ്ലെറ്റ്സ്. ഇത് ആക്ച്വലി കുറച്ച് നേരത്തെ ഞങ്ങളുടെ പണിയാണ് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിപ്പോവും, വീണ്ടും ഞങ്ങൾ ഇടും, അങ്ങനെയായിരുന്നു. ഫൈനലി എൻ്റെ കയ്യിലിട്ടിപ്പോൾ അത് പൊട്ടിയേ ഇല്ല, നല്ല കറക്റ്റായിട്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കയ്യിലെല്ലാവരുടെയും സെറ്റായിട്ടിരുന്നു. രാജലക്ഷ്മിയുടെ മാത്രം ഇടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. ആൻഡ് അമ്മയാണ് നമുക്കിതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആള്. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളൊരു കട്ടൻ ചായ കുടിച്ചിട്ട് നമ്മൾ ട്രിപ്പ് ആരംഭിക്കുകയാണ്. എൻ്റെ ലിപ്സ്റ്റിക് കണ്ടോ, ഒരു വൃത്തികെട്ടൊരു കളറാണത്. ആക്ച്വലി എനിക്കത് ചേരുന്നേ ഇല്ല. എനിക്ക് നമ്മൾ ഈ കയ്യിലിട്ടേക്കുന്ന ഈ ചെയിനിൻ്റെ താങ്കളുടെ കയ്യിൽ നിന്ന് എത്ര പ്രാവശ്യം പൊട്ടി? നല്ല ഓവറായിട്ടുണ്ട്. രാവിലെ കറക്റ്റ് ടൈമിന് തന്നെയായിരുന്നു നമ്മൾ ഇറങ്ങിയത്. ദേവികയുടെ അച്ഛൻ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നാളെ ഞാനത് സ്റ്റേഷനിലേക്കൊക്കെ വരുന്നത്. വി ആർ വെരി എക്സൈറ്റഡ്. നമ്മളുടെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഉറക്കം വരും. രാത്രിയിൽ നല്ല സുഖകരമായ ഉറക്കമല്ല എന്നതുകൊണ്ടും നേരത്തെ എഴുന്നേറ്റത് കൊണ്ടും നല്ല ക്ഷീണമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും നമ്മളുടെ സ്റ്റേഷനെത്തി. അങ്ങനെ നമ്മൾ ഫൈനലി വർക്കിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് കൊപ്രയും കാണിക്കുന്നത് വീഡിയോ ആയിപ്പോയി. പിന്നെ നമ്മളെങ്ങനെ നമ്മളുടെ ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ റൂമിലേക്ക് എത്താനുള്ള വിധമായിരുന്നു. നമുക്ക് ഓട്ടോയൊന്നും കിട്ടില്ല. പിന്നെ ഓട്ടോ കിട്ടുന്നവരെ നമ്മൾ നടന്നു. ഫൈനലി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഇപ്പോൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ ടൈം ആയിട്ടില്ല, എന്നാലും ഞങ്ങളിവിടെ വായം പൊളിച്ചിരിക്കുകയാണ്. അതെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്നു. സോ നമ്മൾ റൂമിൽ വന്നു. ഇനി നമ്മൾ എങ്ങടാ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പോകുന്നത് നമ്മൾ ബീച്ചിൽ. യെസ്, വിച്ച് ബീച്ച്? ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീൽസിൽ കണ്ടിട്ടില്ല, ഗേൾസ് ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു സംഭവം ഒരേ വട്ടാണ്. ആക്ച്വലി ഇങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. സോ വി ആർ ഹാപ്പി. നമ്മൾക്കിനെ നോക്കിയിരുന്നപ്പോൾ ഒരാൾ അവിടെ ഇരുന്നിട്ട് ക്യാമറ ഇട്ടൊന്ന് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ദിസ് ഇസ് അവർ അമല. ഞാനവിടെ വലിയ കാര്യത്തിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ കണക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ നമ്മൾ ഈ റെഡിയൊക്കെ ആയിട്ട് പോകുന്നത് നല്ല ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ആൻഡ് ഫൈനലി നല്ലൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടെത്തി. ഹായ് ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേ. ഇപ്പോൾ നമ്മൾ എന്താ ഓർഡർ ചെയ്തേക്കുന്നത്? വെറൈറ്റി ആയിട്ട് അവിടെ ഒന്നും കിട്ടാത്ത ഫ്രൈഡ് റൈസ്. എന്തോ ചിക്കൻ ബിരിയാണി പറഞ്ഞില്ല, അല്ലെങ്കിൽ വെറൈറ്റി ചിക്കൻ ബിരിയാണി ആയിട്ട് പറയാം. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കടയിൽ കയറിയിട്ട് കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് കുറച്ച് നോക്കിയായിരുന്നു. അതിൻ്റെ സ്ട്രെച്ചബിളാണെന്ന് നോക്കി ഒരെണ്ണം പൊട്ടിപ്പോയി. ഞങ്ങൾ ആ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ സ്ഥലത്ത് പോയിട്ട് ആരെങ്കിലും ഒരുപാട് സ്ട്രെച്ചബിളാണെന്ന് നോക്കും ഒരു സാധനങ്ങൾ, അങ്ങനെ പൊട്ടിപ്പോയി. ഒരു 250 രൂപ എൻ്റെ കണ്ണിൽ കൂടെ പോയി ഗൈസ്. നമ്മുടെ കേരളത്തിൽ ശരിക്കും ഒരു മിനി കോവൻ വൈബ് തരുന്നൊരു ബീച്ച് തന്നെയാണ് കേട്ടോ വർക്കലയുള്ളത്. നല്ല മുടിഞ്ഞ വെയിലാണെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റണ്ണിങ് വ്യൂ ആണ് ടോട്ടലി. നമ്മൾ ബ്ലാക്ക്
ബ്ലാക്ക് സാൻഡ്. യാ എൻ്റെ പൊന്നു ഞങ്ങളിന്ന് കരിമന്തിയാവും. നല്ല വെയിലാണ് ഇവിടെ. കുറച്ചധികം കാണിച്ചോ? ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് നെക്സ്റ്റ് നമുക്ക് ഒടയം ബീച്ചിൽ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് വിത്ത് സീഷെൽസ്. നമ്മൾ സീഷെല്ലിൽ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഗോയിങ് ടു ഡു ഈസ് വെള്ളം എടുത്തുണ്ടോ? ഇത്തിരി വെള്ളം എടുത്തുണ്ടോ ഇതിൽ? ലെറ്റ്സ് സ്റ്റാർട്ട് ദ വർക്ക്. ഓക്കെ, വീഡിയോ ഇവിടെ തുടങ്ങിയല്ല. എനിക്കറിയില്ല കേട്ടോ വരക്കാൻ. എടാ എങ്ങനെ പിടിക്കണ്ടേ? നമ്മൾ ചെയ്ത ക്യാൻവാസ് വി വിൽ ഷോ യു. ഈവനിങ് ആയപ്പോഴത്തേക്കും സൺസെറ്റൊക്കെ കണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു. നല്ല തിരക്ക് കൂടിയും വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നൈറ്റ് ക്ലിഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് കിട്ടില്ല ഇതുപോലെയെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളല്ലേ ചെയ്തതെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഗേൾസ് ടു പീസ് സംതിങ് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. അത്രയും കാര്യങ്ങളിലൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് റൂമിലെത്തി. നല്ല വെയിലൊക്കെ കൊണ്ടാലും ഒരു ഫേസ് ഒക്കെ കിട്ടും. ബ്രെഡൊക്കെ കഴിച്ച് നമ്മളിരിക്കുകയാണ്. നൈറ്റ് ക്ലിഫിലെ വിശേഷങ്ങളും നെക്സ്റ്റ് ഡേയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ ഫ്രം ഗ്രീൻ ട്രീ.